Hi friends, hope that you all are doing good. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ ഹോൾ ആൻഡ് ഹിച്ച് ഫുൾ കോസ്റ്റ് പ്രൈസിംഗ്. ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ ഹോൾ ആൻഡ് ഹിച്ച് ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹോൾ ആൻഡ് ഹിച്ച് രണ്ട് എക്കണോമിക് റിസർച്ചേഴ്സ് ആയിരുന്നു. ഓക്സ്ഫോർഡ് എക്കണോമിക് റിസർച്ചേഴ്സ് ആയിരുന്നു. അപ്പൊ അവരുടെ ഒരു റിപ്പോർട്ടാണ് റിഗാർഡിങ് ഈ മാനുഫാക്ചറിങ് കമ്പനീസിലൊക്കെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന രീതിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അവർ 1939 ഒരു ബുക്ക് അവരുടെ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൈസ് തിയറി ആൻഡ് ബിസിനസ് ബിഹേവിയർ. ഇൻ ദാറ്റ് പബ്ലിക്കേഷൻ അവർ മെൻഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഫൈൻഡിങ്സ് അതാണ് നമ്മൾ ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ ഹോൾ ആൻഡ് ഹിച്ച് ഫുൾ കോസ്റ്റ് പ്രൈസിംഗിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം 1939 ഓക്സ്ഫോർഡ് റിസർച്ചേഴ്സ് ആയിട്ടുള്ള ഹോളും ഹിച്ചും രണ്ടുപേരും കൂടെ എന്താ പറയാ പബ്ലിഷ് ചെയ്ത അവരുടെ വർക്ക് എന്ന് പറയുന്നത് പ്രൈസ് തിയറി ആൻഡ് ബിസിനസ് ബിഹേവിയർ in which year 1939 അപ്പം പ്രൈസ് തിയറി ആൻഡ് ബിസിനസ് ബിഹേവിയർ പബ്ലിഷ്ഡ് ബൈ ഹോൾ ആൻഡ് ഹിച്ച് in 1939. അപ്പം ആ പബ്ലിക്കേഷനിൽ അവരുടെ കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു റിഗാർഡിംഗ് പ്രൈസ് ഫിക്സേഷൻ. എങ്ങനെയാണ് മാനുഫാക്ചറിങ് കമ്പനീസ് എല്ലാം പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്? ആ ഒരു ഫൈൻഡിങ്സ് ആണ്, അതിന്റെ എന്താ പറയാ സമ്മറി ആണ് നമ്മൾ ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ ഹോൾ ആൻഡ് ഹിച്ച് ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു ബേസിക് ഐഡിയ ഉണ്ട് അല്ലെ. ഇനി നമുക്കറിയാം മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഈക്വൽ ആകുമ്പോഴാണ് പ്രൈസ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതല്ലാതെ ഹോൾ ആൻഡ് ഹിച്ച് പറയുന്നത് കമ്പനീസ് എല്ലാം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് കമ്പനീസ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്തനുസരിച്ചിട്ടാണ്? ആവറേജ് കോസ്റ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ആവറേജ് വേരിയബിൾ കോസ്റ്റും ആവറേജ് ഫിക്സഡ് കോസ്റ്റും പ്ലസ് അതേപോലെ തന്നെ ഒരു പ്രോഫിറ്റ് പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത്? ഹോളും ഹിച്ചും. അതായത് അവരുടെ ഫൈൻഡിങ്സ് അവരുടെ ഒബ്സർവേഷനിലൂടെ അവർ ഫൈനലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിളിൽ പറയുന്നത് എങ്ങനെയാണ്? മാർജിനലിസ്റ്റ് പ്രൈസ് ഫിക്സേഷൻ എന്ന് പറയുന്നത് MC is equal to MR. MC MR ഈക്വൽ ആവുന്ന സമയത്ത് അല്ലെ, MC എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ്, MR എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ. അപ്പൊ MC MR ഈക്വൽ ആവുമ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹോൾ ആൻഡ് ഹിച്ച് റിപ്പോർട്ടിൽ അവര് ഫൈനലൈസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ആവറേജ് കോസ്റ്റ് അനുസരിച്ചിട്ടാണ് അല്ലെ. പ്രൈസ് എന്ന് പറയുന്നത് that is fixed in accordance with the average cost principle. That means prices is equal to average variable cost plus average fixed cost plus profit. അതിൽ അവർ പ്രോഫിറ്റ് എടുത്ത് പറയുന്നുണ്ട്, ഒരു 10% ആണ് അവർ പറയുന്നത് കേട്ടോ പ്രോഫിറ്റ്. അപ്പൊ അങ്ങനെ ഒരു ശരാശരി ഇതാണ് പറയുന്നത്. അപ്പം 10% പ്രോഫിറ്റും ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റും ആവറേജ് ഫിക്സഡ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ആണ് പ്രൈസ് കിട്ടുന്നത്. അങ്ങനെയാണ്, ആ ബേസിസിലാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്നാണ് അവർ ഫൈനലൈസ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പൊ റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് എന്നാണ് അതിന് പറയുന്നത് അല്ലെ. അപ്പം അതിന്റെ ഒരു സമ്മറി നമുക്ക് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ ആ റിപ്പോർട്ടിലെ മെയിൻ ആയിട്ടുള്ള കാര്യം. പക്ഷെ കുറച്ച് പോയിന്റ്സും കൂടെ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ബേസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 1939 ഓക്സ്ഫോർഡ് എക്കണോമിക് റിസർച്ചേഴ്സ് ആയിട്ടുള്ള ഹോൾ ആൻഡ് ഹിച്ചും എന്താ പറയാ ഒരു ഫൈൻഡിങ്സ് അല്ലെ, അവരുടെ ഫൈൻഡിങ്സ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവരുടെ ഒബ്സർവേഷൻ റിഗാർഡിംഗ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. അവരൊരു 38 ഫേംസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 33 മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. പിന്നെ റീറ്റെയിൽ ട്രേഡ് ഉള്ളത് ഒരു 3 റീറ്റെയിൽ ആയിട്ടുള്ള ചെറിയ ട്രേഡ് യൂണിറ്റ്സ്. പിന്നെ എന്താണ് ബിസിനസ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 2 അങ്ങനെ. അപ്പൊ മൊത്തത്തിൽ അവരൊരു 38 ഫേംസ് എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഒബ്സർവേഷന് വേണ്ടിയിട്ട്. അവരെല്ലാം എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പം വന്നിട്ട് അവർ ഫൈനലൈസ് ചെയ്ത കാര്യമാണ് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ അനുസരിച്ചിട്ടല്ല പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ആവറേജ് കോസ്റ്റ് അനുസരിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആവറേജ് കോസ്റ്റ്? ABC പ്ലസ് AFC പ്ലസ് പിന്നെ പ്രോഫിറ്റിന്റെ ഒരു പെർസെന്റേജ് അല്ലെ, അങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നാണ് അവർ കണ്ടുപിടിച്ചത്. ഇനി firms do not attempt to maximize their profits in short term. അതായത് ഒരിക്കലും ഫേംസ് ഷോർട്ട് ടേമിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കില്ല എന്നാണ് പറയുന്നത്. ലോങ് ടേമിലാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുക.
അതേപോലെ തന്നെ അവർ മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നില്ല ഫേംസ്. എന്താണ് ആ പ്രിൻസിപ്പിൾ? MC ഈസ് ഈക്വൽ ടു MR അല്ലെ, പ്രൈസ് ഈസ് ഈക്വൽ ടു MC ഈസ് ഈക്വൽ ടു MR. പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എപ്പോഴാണ്? MC MRന് ഈക്വൽ ആകുമ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയല്ല ഫിക്സ് ചെയ്യുന്നത് എന്നാണ് മാർജിൻ ആര് പറയുന്നത്? ഹോളും ഫിച്ചും പറയുന്നത്. അതേപോലെ തന്നെ ലോങ് ടേമിലാണ് ഫേംസ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷോർട്ട് ടേമില് firms will not try to maximize profit. Okay, കാരണം അവർ ഈ മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം പ്രോഫിറ്റ് അവിടെ പറയുന്നില്ല. ലോങ് ടേമിൽ മാത്രമേ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ഫേംസ് ശ്രമിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ റിയൽ വേൾഡില് മെജോറിറ്റി ഓഫ് ദ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒലിഗോപോളിസ്റ്റിക് ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ മൊണോപ്പൊളി ഉണ്ട്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഉണ്ട്, ഡിയോപൊളി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഹോൾ ആൻഡ് ഹിച്ച്, അക്കോർഡിംഗ് ടു ഹോൾ ആൻഡ് ഹിച്ച്, majority of the market forms in the real world that is actually oligopoly only. Okay, അത് എന്ത് ഫോമാണ് മാർക്കറ്റ് ഉള്ളത് എന്നാണ് പറയുന്നത്? ഒലിഗോപ്പൊളി ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അവരുടെ അഭിപ്രായം. ഓക്കെ, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഫേംസ് ഒരിക്കലും വർക്ക് ചെയ്യില്ല. കാരണം ഒലിഗോപ്പൊളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്റർ ഡിപെൻഡൻസ് ബിറ്റ്വീൻ ഫേംസ്. ഈ ഫേംസിന്റെ തമ്മിലുള്ള ഇന്റർ ഡിപെൻഡൻസും ഇന്റർ റിലേഷൻഷിപ്പും ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് under the market situation. Under which market situation? Under oligopoly. അല്ലേ, ഒലിഗോപ്പൊളി എന്ന് പറയുമ്പോൾ തന്നെ ഇന്റർ ഡിപെൻഡൻസ് ഉണ്ട്. പരസ്പരം ഒരു ഫേം മറ്റൊരു ഫേമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, പല രീതിയിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഫേംസ് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ആര് പറയുന്നത്? ഹോളും ഫിച്ചും പറയുന്നത്. കോൺഷ്യസ് അബൌട്ട് റൈവൽസ്, ബട്ട് ദേ ആർ വെരി കോൺഷ്യസ് അബൌട്ട് റൈവൽസ്. റൈവൽസ് എന്ത് ചെയ്യുന്നു അതിനെ കുറിച്ച് കോൺഷ്യസ് ആണെന്നും പറയുന്നുണ്ട്. റൈവൽസ് പറഞ്ഞാൽ എന്താണ്? കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ എതിരാളികൾ അല്ലെ. ഇപ്പൊ ഒരു ഫേം ഉണ്ടെങ്കിൽ ആ ഫേമിന്റെ അതേപോലത്തെ പ്രോഡക്റ്റ് വിൽക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ, അവരെയാണ് റൈവൽ എന്ന് നമുക്ക് പറയാം, നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ആ റൈവൽസിനെ കുറിച്ച്, റൈവൽസിന്റെ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസിനെ കുറിച്ച് കോൺഷ്യസ് ആയിരിക്കുമെന്നും ആര് പറയുന്നു? ഹോൾ ആൻഡ് ഫിച്ച് റിപ്പോർട്ടിൽ പറയുന്നു. ഇനി അപ്പൊ ആദ്യം തൊട്ട് പറഞ്ഞ ഒരു കാര്യം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? ഷോർട്ട് റണ്ണില് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ഫേംസ് ശ്രമിക്കില്ല, ലോങ് റണ്ണിലാണ് ശ്രമിക്കുക. അതേപോലെ തന്നെ അവരൊരിക്കലും മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നില്ല. എന്താണ് മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾ? MC is equal to MR, അത് ഫോളോ ചെയ്യുന്നില്ല. പിന്നെ റിയൽ വേൾഡില് ഈ മാർക്കറ്റ് ഫോംസ്, ഈ ഫേംസ് ഒക്കെ എന്ത് രീതിയിലുള്ള ഒരു മാർക്കറ്റാണ്? ഒലിഗോപോളിസ്റ്റിക് ആണ്. അതേപോലെ ഓട്ടോമാറ്റിക്കലി ഒരു ഫേംസ് വർക്ക് ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതായത് അവര് ഇന്റർ ഡിപെൻഡന്റ് ആണ്, അതാണ് പറയുന്നത് കേട്ടോ. ഡിപെൻഡൻസ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, then conscious about rivals, അതും ഹോൾ ആൻഡ് ഫിച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. റൈവൽസിനെ അവരായിട്ട്, റൈവൽസിന്റെ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് അതിനെ കുറിച്ച് കോൺഷ്യസ് ആയിരിക്കും. then പ്രൈസ് എന്ന് പറയുന്നത് ഫിക്സിംഗ് in accordance with the average cost principle only. okay, instead of marginal cost principle. marginal cost principle നെ അല്ലാതെ അത് യൂസ് ചെയ്യാതെ ഏതാണ് യൂസ് ചെയ്യുന്നത്? average cost principle ആണ് യൂസ് ചെയ്യുന്നത്. That means ABC and AFC. ABCയും AFCയും യൂസ് ചെയ്യുന്നു അല്ലെ. See, price is equal to average variable cost plus average fixed cost plus profit gain. Profit gain എന്ന് പറയുന്നത് 10% ആണ് പറയുന്നത് കേട്ടോ, റിപ്പോർട്ടിൽ അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും കൂടി ആവുന്ന സമയത്ത് അത് ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് ആയി എന്നാണ് പറയുന്നത്. അതാണ് ഹോൾ ആൻഡ് ഫിച്ച് ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ, ABC plus AFC plus profit gain, that is അവരുടെ അപ്രോക്സിമേഷൻ, അത് 10% ആണ്. ഇതിന്റെ റീസൺസ്, ഇത് നമ്മൾ പറയുന്നത് റീസൺസ് ആണ്. എന്തുകൊണ്ട്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒലിഗോപോളിസ്റ്റിക് ആണ്, ഷോർട്ട് ടേമിൽ പ്രോഫിറ്റ് നേടാൻ ശ്രമിക്കുന്നില്ല, ലോങ് ടേമിൽ മാത്രമേ ഉള്ളൂ, ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെന്താണ്? കോൺഷ്യസ് ആണ്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഇത് അങ്ങനെയാണ്, ആവറേജ് കോസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണെന്നെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. ഇതൊക്കെയാണ് അവരുടെ ഫൈൻഡിങ്സ്. ഓക്കെ, അപ്പം അതിനൊക്കെ ഒരു റീസൺസ് ഉണ്ട് അല്ലെ, അതിന് കുറച്ച് റീസൺസ് ഉണ്ടാവും. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവര് അതിന്റെ റീസൺസും നിർത്തിയിട്ടാണ് എന്താ പറയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കോളൂ. ഡു നോട്ട് നോ ദെയർ ഡിമാൻഡ് കർവ്. ഫേംസിന് അവരുടെ ഡിമാൻഡ് കർവിനെ കുറിച്ച് പൂർണ്ണമായ അറിവില്ല. ഒന്നാമത്തെ റീസൺ പറയുന്നത് അതുകൊണ്ടാണ് MC-MR അപ്രോച്ച് ഉപയോഗിക്കാത്തത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കാം എന്തുകൊണ്ട് MC ആൻഡ് MR അപ്രോച്ച് മാർജിനൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ റീസൺ പറയാണ് ഹോൾ ആൻഡ് ഫിച്ച്. എന്താ പറയുന്നത്? ഫേംസിന് അവരുടെ ഡിമാൻഡ് കർവിനെ കുറിച്ച് അറിയില്ല, അത് അങ്ങനെ പോകണമെന്ന് അറിയില്ല. ഓക്കെ, ഇൻഡിറ്റർമിനേറ്റ് ആണ് ഡിമാൻഡ് കർവ്. ഓക്കെ, അതേപോലെ തന്നെ അവര് ഫുൾ കോസ്റ്റ് പ്രൈസിൽ വിശ്വസിക്കുന്നു. ഫുൾ കോസ്റ്റ് പ്രൈസ് ആണ് റൈറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഫെയർ പ്രൈസ്.
കാരണം എന്തൊക്കെ കൂടുമ്പോഴാണ് ഫുൾ കോസ്റ്റ് ഉണ്ടാവുന്നത് എന്നാണ് അവരുടെ അഭിപ്രായം, AFCയും ABCയും. ഓക്കെ, പിന്നെ ഒരു പ്രോഫിറ്റും. അതാണ് ഫെയർ പ്രൈസ് അല്ലെങ്കിൽ എന്താണ് പറയാ, റൈറ്റ് പ്രൈസ്. അപ്പം ഈ ഹോൾ ആൻഡ് ഫിച്ച് റിപ്പോർട്ടിലുള്ള ഫെയർ പ്രൈസ് അല്ലെങ്കിൽ റൈറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് പ്രൈസ് പറഞ്ഞ എന്താണ്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ ABC പ്ലസ് AFC പ്ലസ് പ്രോഫിറ്റ് ഗെയിൻ ആണ്. ഓക്കെ, അത് ഓർമ്മ വെക്കാം. അവർ അതിൽ ബിലീവ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നില്ല. നേരത്തെ MC ആൻഡ് MR ഉപയോഗിക്കുന്നില്ല. പ്രൈസസ് ഓഫ് മാനുഫാക്ചറേഴ്സ് were largely sticky despite changes in demand and cost. സ്റ്റിക്കി പ്രൈസസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം ഡിമാൻഡും കോസ്റ്റും ഒക്കെ ചേഞ്ച് ചെയ്താലും പ്രൈസ് സ്റ്റിക്കി ആയിരിക്കും, പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് എന്താണ്, ഒലിഗോപ്പൊളിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഒലിഗോപ്പൊളിയിൽ നമുക്കറിയാം, ഒരു ഫേം പ്രൈസ് കുറച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ അതിനേക്കാളും കുറയ്ക്കുന്ന ഒരു പ്രശ്നം വരും. അതല്ല, ഒരു ഫേം കൂട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഫേംസ് ഒന്നും കൂട്ടാതിരിക്കും. അപ്പം ഈ കൂട്ടിയ ആളുടെ പ്രോഡക്റ്റ് ആരും വാങ്ങിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റിക്കി പ്രൈസ് ആണെന്ന് പറയുന്നത്. പ്രൈസിൽ അങ്ങനെ ചേഞ്ച് വരില്ല. ഡെസ്പൈറ്റ് എന്താ പറയുക, ചേഞ്ചസ് ഇൻ വാട്ട് ഈസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡും സപ്ലൈയും ചേഞ്ച് എല്ലാം വന്നിരുന്നിട്ടും പ്രൈസ് അങ്ങനെ ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് ആര് പറയുന്നത്, ഹോൾ ആൻഡ് ഫിച്ച് പറയുന്നത് കേട്ടോ. പ്രൈസ് ഈസ് ഈക്വൽ ടു AC, ആവറേജ് കോസ്റ്റ് അനുസരിച്ച് മാത്രമേ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് കിങ് വരുമെന്ന് ഡിമാൻഡ് കർവിൽ. എന്താ കിങ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ. കിങ് മീൻസ് സെഗ്മെന്റഡ് അല്ലെ. കിങ്കഡ് മീൻസ് സെഗ്മെന്റഡ്. ഡിമാൻഡ് കർവ് വിൽ ഹാവ് 2 segments or 2 portions. Then upper section will be relatively elastic and lower section will be relatively inelastic. Correct അല്ലേ? നമുക്ക് ഓൾറെഡി അറിയാം കിങ്കഡ് ഡിമാൻഡ് കർവ്. കോളം സ്പീസിയുടെ മോഡലാണ്. അപ്പൊ ഇതിനകത്ത് ഫുള്ളും ഇവര് ഫോളോ ചെയ്യുന്നത് ഈ ചാമ്പർലിന്റെയും സ്വീസിയുടെ ഒക്കെ മോഡൽ തന്നെയാണ് കേട്ടോ. അപ്പം ഈ ഹോൾ ആൻഡ് ഫിച്ച് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്, ആവറേജ് കോസ്റ്റ് അനുസരിച്ച് പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് കർവിൽ ഒരു കിങ് വരുമെന്ന്. അതായത് ആദ്യം ഇങ്ങനെ ഒരു റിലേറ്റീവ്ലി ഇലാസ്റ്റിക് പോർഷൻ ഉണ്ടാവും, അത് കഴിയുമ്പോൾ ഒരു റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് പോർഷൻ ഉണ്ടാവും. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, പിന്നെ അതിനും ഒരു റീസൺ പറയുന്നത് MC അൺനോൺ ആണ്. ഇവിടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അൺനോൺ ആണ്. മനസ്സിലായോ? ആവറേജ് കോസ്റ്റ് മാത്രമേ നോൺ ആയിട്ടുള്ളൂ. അറിയുന്ന കാര്യം ആവറേജ് കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഒക്കെയാണ്. മാർജിനൽ കോസ്റ്റ് എന്താണ് അറിയില്ല, അൺനോൺ ആണെന്നും കൂടെ അദ്ദേഹം ഹോൾ ആൻഡ് ഫിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ റീസൺസ്, ഡിമാൻഡ് കർവ് ഇൻഡിറ്റർമിനേറ്റ് ആണ്, അറിയുന്നില്ല, ഫേംസിന് അതിനെ കുറിച്ച് ഐഡിയ ഇല്ല. പിന്നെ അവർ ഫുൾ കോസ്റ്റ് പ്രൈസിലാണ് വിശ്വസിക്കുന്നത്. അതാണ് റൈറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഫെയർ പ്രൈസ് എന്ന് പറയുന്നു അല്ലെ. AFCയും ABCയും പിന്നെ പ്രോഫിറ്റിന്റെ ഗെയിനും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇപ്പം എന്താണ്, അതുപോലെ തന്നെ പ്രൈസ് സ്റ്റിക്കി ആയിരിക്കും. ഇപ്പൊ ഡിമാൻഡും കോസ്റ്റ് ഒക്കെ ചെറിയ രീതിയിൽ ചേഞ്ച് ചെയ്താലും പ്രൈസ് സ്റ്റിക്കി ആയിരിക്കും. പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. പ്രൈസ് ആവറേജ് കോസ്റ്റിന് അനുസരിച്ചിട്ട് ഫിക്സ് ചെയ്യണ സമയത്ത് കിങ് വരും എന്നാണ് പറയുന്നത്. ഡിമാൻഡ് കർവിൽ ഒരു ഒടിവ് വരും, സെഗ്മെന്റ് വരും അല്ലെ. ഓക്കെ, then MC അൺനോൺ ആണെന്നും പറഞ്ഞു. MC അൺനോൺ ആണ്, അതുകൊണ്ടാണ് ഏത് യൂസ് ചെയ്യാൻ പറയുന്നത്, ആവറേജ് കോസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇത്രയുമാണ് ഈ ഹോൾ ആൻഡ് ഫിച്ച് അവരുടെ സ്റ്റഡിയുടെ ഫൈൻഡിങ്സ്, ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ഹോൾ ആൻഡ് ഫിച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാവരും ഈ തിയറി കേൾക്കുന്ന സമയത്ത് അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള തിയറി ആയിട്ട് ആണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത്രയും പോയിന്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ആയി. ഓക്കെ, അപ്പം ഈ ബുക്കിന്റെ പേര് ഓർമ്മ വയ്ക്കുക. 1939 ഹോൾ ആൻഡ് ഫിച്ച് അവരുടെ ഒരു പബ്ലിക്കേഷൻ അല്ലെ, പബ്ലിക്കേഷനിലൂടെയാണ് ഈ കാര്യങ്ങൾ, ഈ ഫൈൻഡിങ്സ് കൊണ്ടുവന്നത്. അതിനെയാണ് ഹോൾ ആൻഡ് ഫിച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. പ്രൈസ് തിയറി ആൻഡ് ബിസിനസ് ബിഹേവിയർ, പ്രൈസ് തിയറി ആൻഡ് ബിസിനസ് ബിഹേവിയർ published in 1939 by Hall and Fitch, Oxford Economic Researchers. മനസ്സിലായില്ലേ? ഓക്കെ തന്നെ. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് മൈക്രോ എക്കണോമിക്സിൽ. മേക്ക് ഇറ്റ് ക്ലിയർ, റിപ്പീറ്റ് ദ വീഡിയോ. വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം. താങ്ക് യു.